ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയ ബേബി തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എയർപോർട്ടിൽ വെച്ച് രാകേഷ് എന്നെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവൻ റിയാക്ട് ചെയ്യണേന്ന് എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇവൻ ഭയങ്കര കരച്ചിലാണ്, ആരെ കണ്ടാലും കരയും. ഞാനും ഓർത്ത് എയർപോർട്ടിൽ വെച്ച് അവൻ എന്നെ കണ്ടാൽ കരയും. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രാകേഷ് എന്നെ കണ്ട് അവൻ ഇത്രയും സന്തോഷമായിട്ട് ആ മൊമെന്റ് ഉണ്ടാവും. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് ഒരു അച്ഛൻ്റെ ബോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാൽ നല്ല സന്തോഷമായിരുന്നു എനിക്കത്, ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. ഹലോ. ഞാൻ ഒരു ഹാർട്ട് എന്താ പറയുക ഫീലിംഗ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് ഇവിടെ എപ്പോഴും പറയുന്നത്. പക്ഷേ അവൻ വന്നതിന് ശേഷം എനിക്ക് വളരെ മാറ്റം ഉണ്ടായിരുന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ പഴയ പോലത്തെ ആളല്ല, ഭയങ്കരമായിട്ട് മാറി. രാവിലെ അവനെ എഴുതിപ്പിച്ച് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേകതര ഫീലിംഗ് ആണ്. എന്നിൽ തന്നെ അവിടെ ഒരു പുതിയൊരു ഹസ്ബൻഡിനെയാണ് കാണുന്നതാണെന്ന് പറയുന്നത്. അവൻ്റെ മുഖം കാണാൻ നേരത്തെ നമുക്ക് അത്രക്കൊരു ഒരു പ്ലസൻറ്റ് ഫീലിങ്സ് ആണ് വരുന്നത്. അപ്പോൾ യു എന്ന ഞങ്ങളുടെ യുവാൻ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ് ലൈഫിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ന്യൂ ഫംഗ്ഷനെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഇത്രയും കാമായിട്ടിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കാമായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള പോയിനെ തന്നെ ദൈവം എനിക്ക് തന്നേക്കണത്. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. Mr. Rakesh and Mrs. Nivya and Rakesh on your stage.